അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിപ്പോൾ വോയിസിൽ വന്നതേ, പിന്നെ നിങ്ങളൊക്കെ ഇപ്പോൾ കണ്ടു എന്ത് ഈ അനൗൺസർ ഹമീദ് കീശേരിൻ്റെ ഒരു 9 മിനിറ്റ് വോയിസ്. ഓക്കെ, ഞാനിതുവരെ തുറന്നിട്ടുണ്ടല്ല. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുമില്ല. കാരണം അവനെക്കുറിച്ച് കൃത്യമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ആ വോയിസ് തുറന്നു നോക്കുക പോലും ചെയ്യാത്തത്. കാരണം അത് ലോങ് ആയതുകൊണ്ട് തന്നെ അത് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണേ. എൻ്റെ പ്രവർത്തകരായ ഈ ഗ്രൂപ്പിലുള്ള നമ്മുടെ എല്ലാവരുമായ സുഹൃത്തുക്കൾ, അതായത് സമസ്തയുടെ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ സമസ്തനെ സ്നേഹിക്കുന്നവർ, അതുപോലെ തന്നെ സമസ്തയോട് എന്തെങ്കിലും ഒരു തരിമ്പ് സ്നേഹമുള്ളവർ ഈ ഹമീദ് കീശേരിയെ പോലെയുള്ളവരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അവൻ്റെയൊക്കെ അജണ്ടയിൽ പെട്ടുപോകാതിരിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ്റെ വോയിസ്, അവൻ്റെ ടെക്സ്റ്റ്, അവൻ്റെ പിന്നെ കമൻറ്റുകളെല്ലാം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സമസ്തനെ സ്നേഹിക്കുന്നവർ, അതിലുപരി സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്ന ഓരോ ആളുകളും ചെയ്യേണ്ടത് എന്ന് ഈ സമയത്ത് നിങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, അവൻ ആരുടെ മകനായിരുന്നു? ഒരു വഹാബിയുടെ മകനായിരുന്നു അവൻ. മരണം വരെ വഹാബിയായിട്ട് ജീവിച്ച് മരിച്ച, മരണസമയത്ത് വഹാബിയായി ജീവിച്ച് മരിച്ച് ഒരു വഹാബിയുടെ മകനായ അവൻ ആദ്യം ആരായിരുന്നു? തെറിയഭിഷേകത്തിൻ്റെ നേതാവായ പിന്നെ ഒരു പിന്നെ AP വിഭാഗത്തിൽ പെട്ടുകൊണ്ട് തെറികളുടെ ഈ മാലപ്പടക്കത്തോടു കൂടി നിന്ന് അദ്ദേഹത്തിൻ്റെ എന്തോ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിൽ നിന്നും മാറി സമസ്തയിലേക്ക് വന്നു എന്ന് പറയുന്ന ഒരുത്തനാണ് ഈ ഹമീദ് കീശേരി. നിങ്ങൾ കൃത്യമായിട്ട് അവനെക്കുറിച്ച് മനസ്സിലാക്കണം. നുണയുടെ മാലപ്പടക്കങ്ങളെ കൊണ്ട് ജീവിക്കുന്നവനാണവൻ. സുന്നത്ത് ജമാഅത്തിൻ്റെ ഏതെങ്കിലും ഒരു പണ്ഡിതന്മാരെ കണ്ടാൽ അറപ്പോടുകൂടി, അതുപോലെ തന്നെ വളരെ മ്ലേച്ഛവുമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, മാത്രമല്ല പിന്നെ ഞാൻ പറയുന്നവരെ മാത്രമേ മുഷാവറയിലേക്ക് എടുക്കാൻ പാടുള്ളൂ എന്ന് വരെ ചിന്തിക്കുന്ന, അതുപോലെ ആ ഒരു ചിന്ത അവൻ്റെ കൂടെയുള്ള പിന്നെ മൂടുതാങ്ങികൾക്കും ഇട്ടുകൊടുക്കുന്ന രൂപത്തിലേക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ഹമീദ് കീശേരി. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഈ നളന്ദ എന്ന ഇതിൻ്റെ ഉപജ്ഞാതാവിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽപ്പെട്ട ആളാണ് ഈ ഹമീദ് കീശേരി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സുന്നത്ത് ജമാഅത്തിൻ്റെ ഉസ്താദുമാർ ആരൊക്കെയുണ്ടോ അവരെല്ലാം വളരെ മോശമായിട്ട് പറയുകയും മോശമായി ചിത്രീകരിക്കുകയും. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ അസ്ല് കിടക്കുന്നത്, ഏതൊരാൾക്കും തൻ്റെ വാപ്പനോട് ഭയങ്കര മുഹബത്തുണ്ടാവും. ആ വാപ്പ ഏത് ഇതിലാണോ ഇഷ്ടപ്പെടുന്നത് അവിടെയാണ് ആ കുട്ടി നിൽക്കേണ്ടതും നിൽക്കുകയും ചെയ്യുക. അപ്പം നിങ്ങൾ ആ ഭാഗം മാത്രം ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, നുണയനാണ് ഇവൻ. നുണ പറയുന്നത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയുള്ളതാണ്. അവൻ്റെ നാട്ടിലുള്ള കഴിഞ്ഞ UDFൻ്റെ ആ ഒരു തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് ഒരു സീറ്റ് വരെ നഷ്ടപ്പെട്ടത്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സീറ്റ് വരെ നഷ്ടപ്പെട്ടത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇവൻ്റെ കാരണം കൊണ്ടാണ് എന്ന്. അതുകൊണ്ട് ഞാൻ ഇവനോട് തന്നെ പറഞ്ഞതാണ്, നിൻ്റെ നാട്ടിലുള്ള ഇവൻ വലിയ വർത്താനം പറയും, എന്നോട് സംസാരിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷെ അതുകൊണ്ടല്ല അവനോട് സംസാരിക്കാത്തത് എന്നല്ല, അവൻ്റെ വാക്കിലോ അവൻ്റെ പ്രവൃത്തിയിലോ അവൻ്റെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റിൽ പോലും ഒരു ഹൈറുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവനോട് സംസാരിക്കാത്തത്. അവനോട് കൃത്യമായിട്ട് അവനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ്റെ നാട്ടിലുള്ള ഗ്രൂപ്പിലേക്ക് നീ ആഡ് ചെയ്യ്, അവിടെ നമ്മൾ സംസാരിക്കാം. അത് അവന് നന്നാവാൻ വേണ്ടിയിട്ടല്ല, അവൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അവൻ മാറുകയും ചെയ്യുമെന്ന് വിശ്വാസവുമില്ല. പക്ഷെ ആ നാട്ടിലുള്ള ആളുകൾക്ക് അവൻ എന്താണെന്ന് ബോധ്യപ്പെടാൻ, ആ നാട്ടിലുള്ളവർക്ക് അവനെക്കുറിച്ച് മനസ്സിലാക്കാൻ, അവൻ എന്ത് ഫിത്നയാണ് ഈ ദുനിയാവിൽ അല്ലെങ്കിൽ അവൻ്റെ നാട്ടുകാർക്കും ഈ ആളുകൾക്കും അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ, അതിനു വേണ്ടി മാത്രമാണ് അവിടേക്ക് ആഡ് ചെയ്യൂ എന്ന് പറഞ്ഞു. പക്ഷെ അവൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, നുണയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വിഷയത്തിൽ കൃത്യമായിട്ട് എനിക്കറിയാം. നുണകളുടെ മാലപ്പടക്കം പൊട്ടിക്കുകയും അതുപോലെ തന്നെ ക്ലിപ്പുകൾ കട്ട് ചെയ്തുകൊണ്ട് ഇല്ലാത്ത നുണകൾ അതിൻ്റെ അടിയിൽ എഴുതി ചേർത്ത് ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഈ ഹമീദ് കീശേരിക്കുള്ളത്. കൃത്യമാണ്, വ്യക്തമാണ്, എനിക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അവൻ നുണയനാണ്. എന്തെങ്കിലും ഒരു ഖൈർ അവൻ്റെ വാക്കിലോ അവൻ്റെ പിന്നെ പ്രവൃത്തിയിലോ അതല്ലെങ്കിൽ അവൻ്റെ ടെക്സ്റ്റിലോ അതല്ലെങ്കിൽ അവൻ വിടുന്ന വീഡിയോയിലോ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചു പോകരുത്. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, അവൻ നുണയനാണ്. വീണ്ടും ഞാൻ പറയുകയാണ്, പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയത്തിൽ
കളവുകളുടെ മാലപ്പടക്കം പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവൻ 9 മിനിറ്റ് വോയിസ് വിട്ടു. ഞാൻ കേട്ടിട്ടില്ല. കാരണം അവൻ്റെ വാക്കിലോ അവൻ്റെ ടെക്സ്റ്റിലോ അവൻ്റെ വോയിസിലോ ഒരു ഖൈറുമില്ല എന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലും തെളിവുകളോടുകൂടി വിശ്വസിക്കുന്ന കൂട്ടത്തിലും പെട്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അവൻ്റെ കാരണമായിട്ട് ഏതെങ്കിലും ഒരാൾ മുസ്ലിം ലീഗിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മുസ്ലിം ലീഗുകാരായ ആളുകൾക്ക് കാര്യം ബോധ്യപ്പെടും. ഞാൻ പറയുന്നു, മുസ്ലിം ലീഗിൻ്റെ എതിരിൽ ഞാൻ എന്തെങ്കിലും ഒരു വിഷയം, അതായത് ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ തുറന്നു കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇവൻ കാരണമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഓരോ ആളുകളും ഇവൻ കാരണം കൊണ്ട് മുസ്ലിം ലീഗിന് ശത്രുക്കളെ കൂട്ടുക എന്നല്ലാതെ, അതല്ലെങ്കിൽ സമസ്തയിൽ നിന്നൊരാളെ തെറ്റിച്ച് കൊണ്ടുപോവുക എന്നല്ലാതെ ഒരു ഖൈറ് പോലും ഇവനിലില്ല എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കണം. ഏത് വിഷയത്തിലും ഇവനോട് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ എവിടെ നിന്ന് അറിയാം? അവൻ്റെ നാട്ടിലുള്ള ഗ്രൂപ്പിലായിരിക്കണം. അല്ലാതെ വെറുതെ ബളബള പറഞ്ഞ് നമുക്ക് സമയമില്ല, ഓന് സമയം ഉണ്ടാൽ മതി, ഓന് പണിയൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെയല്ലല്ലോ, നമ്മൾക്ക് ജോലിയുണ്ട്. അതുകൊണ്ട് അവനോട് വല്ല നിലക്കും എവിടെ നിന്നെങ്കിലും സംശയം അവൻ്റെ നാട്ടിലത്തെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുക. അവിടെ നമുക്ക് കൃത്യമായിട്ട് ചർച്ച ചെയ്യാം, ഓരോ വിഷയത്തിലും ചർച്ച ചെയ്യാം. അല്ലാതെ അവൻ കാട്ടുന്ന ഈ തെമ്മാടിത്തത്തിന് കൂട്ടുനിൽക്കാൻ എൻ്റെ മുസ്ലിം ലീഗുകാരാ നിങ്ങളാരും തയ്യാറാവരുത്. അവൻ്റെ വാക്കിൽ ഖൈറില്ല, അവൻ്റെ എഴുത്തിൽ ഖൈറില്ല, അവൻ്റെ ടെക്സ്റ്റിൽ ഖൈറില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും അവനുമായിട്ട് നമ്മൾ ഒരു നിലക്കും ബന്ധപ്പെടരുത് എന്ന് സമസ്തയെ സ്നേഹിക്കുന്ന എല്ലാവരോടും. കാരണം അവന് എന്താ ചെയ്യുക? അവൻ്റെ വാപ്പയുടെ പാർട്ടി ഏതാ? മുജാഹിദാണ്, വഹാബിസമാണ്. ആ വഹാബിസത്തിനെ താങ്ങാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവന് കൂട്ടുനിൽക്കരുതേ എന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ പേരിൽ സുന്നികളായ ആളുകളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ അടുത്ത് മരണപ്പെട്ട UK അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ മകൻ ഷിഹാബ് എന്ന് പറയുന്ന സഹോദരൻ്റെ വോയിസാണ് നിങ്ങൾ കേട്ടത്. കഴിഞ്ഞ ഒരു വോയിസിൽ എനിക്ക് ഫോൺ വിളിച്ചുവെന്നും ഞാൻ കട്ടാക്കിയെന്നും അതുകൊണ്ട് തന്നെ എന്നെ ഷജറ ഷണ്ടൻ എന്നൊക്കെ വിളിച്ചുകൊണ്ട് പരസ്യമായ സോഷ്യൽ മീഡിയയിൽ വോയിസ് ഇട്ട ഈ തനിയമ്പുറമുള്ള ഈ ഹമീദ് കീശേരി എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം നിരന്തരമായി ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ട് ചർച്ചയ്ക്ക് ക്ഷണിച്ചെന്നും എന്നാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് അദ്ദേഹമെന്നുമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ടാണ് എന്നെ ഇയാൾ ഷണ്ടനെന്ന് വിളിച്ചു വന്നത്. യഥാർത്ഥത്തിൽ ഷണ്ടൻ ആരാണ് എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇപ്പോൾ ബോധ്യപ്പെടുത്തി. ഇതൊക്കെ കേൾക്കാനുണ്ടായ കാരണം ആ ഒരൊറ്റ വോയിസാണ്. അപ്പോൾ മനസ്സിലായാലും എല്ലാവർക്കും ആരാണ് ഷണ്ടൻ, അല്ലെങ്കിൽ സ്വന്തം ഷണ്ടനല്ല എന്ന് തെളിയിക്കാൻ ഇനി ഒരു വഴിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം നാട്ടിലെ ആ ഗ്രൂപ്പിൽ ആഡായിട്ട് ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറാകുക, അദ്ദേഹത്തിൻ്റെ ആ വെല്ലുവിളി ഏറ്റെടുക്കുക. എന്നിട്ട് സ്വന്തം ഷണ്ടനല്ല എന്ന് തെളിയിക്കേണ്ടത് അനൗൺസർ ഹമീദ് തനിയമ്പുറത്തിൻ്റെ ബാധ്യതയാണ്. അല്ലാതെ പണ്ഡിതന്മാരെ തെറി വിളിക്കുക, അവരുടെ ക്ലിപ്പുകൾ മുറിച്ച് കട്ട് ചെയ്ത് ആസ്ഥാനത്ത് പ്രയോഗിച്ച് ഒക്കെ വീഡിയോ ഉണ്ടാക്കുക, വളരെ മോശപ്പെട്ട ഭാഷയിൽ മറ്റുള്ളവരെ അഭിസംബോധന ചെയ്യാം, ഈ പണിയൊക്കെ നിർത്തണം. സ്വബോധത്തോടെയാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ അവസാനിപ്പിക്കണം. അതല്ല, സ്വബോധത്തോടെയല്ല നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അള്ളാഹു നിങ്ങൾക്ക് പുറത്ത് തരട്ടെ. കാരണം എന്താ വെച്ചാൽ എൻ്റെ ആ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലൊരു കമൻറ്റ്, റഷീദ് എന്ന് പറയുന്ന ഒരാളുടെ കമൻറ്റാണ് നിങ്ങളീ കാണുന്നത്. ഈ തനിയമ്പുറം കഞ്ചാവാണ്, തെറിയിൽ PhD വരെ ഇവന് കിട്ടിയിട്ടുണ്ട്, ഇവന് വാർഡിൽ ലീഗ് തോറ്റ കലിപ്പ് ഇവൻ ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ ഇവൻ്റെ വാർഡിൽ ലീഗ് തോറ്റ ഒരു സംഭവം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ കലിപ്പാണ് എന്നാണ് പറയുന്നത്. ഏതോ അടുത്തറിയുന്ന ആളാണെന്ന് തോന്നുന്നു, അത്ര കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യം പറഞ്ഞ ആ സംഭവം ഉള്ളതാണെങ്കിൽ അല്ലാഹു ആലം നമുക്കറിയില്ല. പക്ഷേ അത്തരത്തിലുള്ള ചില സംസാരങ്ങളിലൊക്കെ അങ്ങനെ ഇത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഇതിൻ്റെ പുറത്താണ് ഈ സംസാരിക്കുന്നത് എങ്കിൽ അല്ലാഹു തആല ആ സഹോദരന് പുറത്തു കൊടുക്കട്ടെ. നമ്മൾ അയാളുമായിട്ട് തർക്കിക്കാനോ മറ്റോ പോകാതിരിക്കലാണ് നല്ലത്. കാരണം എത്രയോ മയക്കുമരുന്നിൻ്റെയും കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും ഒക്കെ ആളുകൾ എന്തെല്ലാം ലോകത്ത് വിളിച്ചു പറയുന്നു. അതൊക്കെ നമ്മൾ ചെവിയൊടുക്കാൻ പോയാൽ അതിന് നമുക്ക് സമയമില്ലല്ലോ. അതിന് നമ്മളും കൂടി ആ തരത്തിലുള്ള ആളുകളായി മാറണം. അപ്പോൾ സ്വബോധത്തോടെയാണ് സംസാരിക്കുന്നത് എങ്കിൽ
ഈ ശിഹാബിൻ്റെ ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാകണം എന്ന് അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.